അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് ലൈലത്തുൽ ഖദർ എങ്ങനെ കണ്ടെത്താമെന്നാണ്. ഏത് രാത്രിയാണ് ലൈലത്തുൽ ഖദർ വരുന്നത്? ഓരോ വർഷവും ലൈലത്തുൽ ഖദർ വരുന്ന ദിവസം വ്യത്യസ്തമായിരിക്കും. അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? മഹാന്മാർ പഠിപ്പിച്ച ചില രഹസ്യ കണക്കുകളുണ്ട്. ഈ കണക്ക് വെച്ച് ഓരോ വർഷവും ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് വരുന്നത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസത്തിലെ വളരെ മനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഒരൊറ്റ രാത്രി. 1000 മാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ്സിനേക്കാൾ കൂടുതലാണ്. ഒരു മനുഷ്യായുസ് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെക്കാൾ കൂടുതലാണ് ഒരൊറ്റ രാത്രി ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം. വല്ലാത്തൊരു കിട്ടലാണ്, വല്ലാത്തൊരു ഓഫറാണ് അള്ളാഹു നൽകുന്നത്, അല്ലേ? ഒന്ന് മതി, ജീവിതത്തിൽ ഒന്ന് കിട്ടിയാൽ മതി, നമ്മൾ വിജയിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് പ്രായപൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. എന്നിട്ടൊരു 30-40 വർഷം നമ്മൾ ജീവിച്ചാലായി. അതിൽ മുഴുവൻ സമയവും നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഫർള് നിസ്കാരങ്ങൾ, എപ്പോഴെങ്കിലും ദിക്റുകൾ, വല്ലപ്പോഴും നമ്മൾ മജ്ലിസുകൾ, അങ്ങനെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ തോത് വളരെ കുറവാണ്. എന്നാൽ 1000 മാസം ഒരു മനുഷ്യൻ തുടരെ സൽക്കർമ്മം ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഒരൊറ്റ രാത്രി അള്ളാഹു നൽകുന്നത്. വല്ലാത്തൊരു കിട്ടലാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് ഇത്രയും വലിയ പ്രതിഫലം. അപ്പം അത് വാങ്ങിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഏത് ദിവസാ എന്നുള്ളത് റസൂലുള്ളാഹി പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും നമ്മളൊക്കെ കുഴിമടിയന്മാരായി ആ ദിവസം മാത്രം കാത്തിരിക്കുമായിരുന്നു. എന്നാൽ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് കണ്ടെത്താൻ മഹാന്മാർ പഠിപ്പിക്കുന്ന ചില കണക്കുകളുണ്ട്, ചില മാത്തമാറ്റിക്സ്. അത് നമ്മൾ നോക്കിയിട്ട് ഏത് ദിവസമാണ് വരാൻ കൂടുതൽ സാധ്യത എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഒരുപാട് മഹാന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ല പറഞ്ഞ ഒരു കണക്കാണ്. ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് വരിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ലൈലത്തുൽ ഖദർ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാത്രി, 21, 23, 25, 27, 29 ഈ ദിവസങ്ങളുടെ രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ വരാനുള്ള സാധ്യത. ഒറ്റ ദിവസങ്ങളുടെ രാത്രികളിൽ. അപ്പോഴും ഇന്ന ദിവസമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് ദിവസവും വരാൻ സാധ്യതയുണ്ട്. അത് ഓരോ വർഷവും 21 ഈ വർഷമാണെങ്കിൽ അടുത്ത വർഷം 29 അല്ലെങ്കിൽ 27 അത് ആർക്കും കൃത്യമായി റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഹയാത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇമാം ഗസാലി റഹ്മഹുല്ലാ ഹാഷിയത്തുൽ കല്യൂബി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നത് എന്താണ് ആ കണക്ക്? റമളാൻ മാസം ആരംഭിച്ച ദിവസത്തിൻ്റെ ആഴ്ച നോക്കിയിട്ട് ലൈലത്തുൽ ഖദർ ഇന്ന ദിവസം വരാനാണ് സാധ്യത എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രവചിക്കാൻ പറ്റുമെന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: റമളാൻ മാസം 1 തുടങ്ങിയത് ഞായറാഴ്ചയോ ബുധനാഴ്ചയോ ആണെങ്കിൽ റമളാൻ 29 രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ വരിക. ഏതൊക്കെയാണ്? ഞായറോ ബുധനോ ആണെങ്കിൽ 29 അന്ന് രാത്രി. ഇനി തിങ്കളാഴ്ചയാണ് റമളാൻ 1 വന്നിരുന്നതെങ്കിൽ 21 ദിവസത്തിന്റെ രാത്രിയാണ് ലൈലത്തുൽ ഖദർ വരിക. ഇനി അല്ല, ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് റമളാൻ 1 തുടങ്ങിയത് എങ്കിൽ ലൈലത്തുൽ ഖദർ 27 രാത്രിയാണ് വരിക. ഇനി ശനിയാഴ്ചയാണ് റമളാൻ 1 തുടങ്ങിയതെങ്കിലോ 23 രാത്രിയാണ് ലൈലത്തുൽ ഖദർ വരിക. അതേപോലെ തന്നെ വ്യാഴാഴ്ചയാണ് റമളാൻ 1 തുടങ്ങിയത് എങ്കിൽ 25 തീയതിയാണ് അതിൻ്റെ ലൈലത്തുൽ ഖദർ വരിക. അതായത് 25 രാവിന്. നമ്മൾ പറഞ്ഞതൊക്കെ രാവിനാണ് ലൈലത്തുൽ ഖദർ വരിക. ഒന്നും കൂടെ പറയാം: ഞായറും ബുധനുമാണെങ്കിൽ 29 രാവിന്, തിങ്കളാഴ്ചയാണ് 1 വന്നിരുന്നതെങ്കിൽ 21 രാവിന്, ചൊവ്വയും വെള്ളിയാണ് വന്നിരുന്നതെങ്കിൽ 27 രാവിന്, ശനിയാഴ്ചയാണ് വന്നിരുന്നതെങ്കിൽ 23 രാവിന്, വ്യാഴാഴ്ചയാണ് റമളാൻ 1 വന്നിരുന്നതെങ്കിൽ 25 രാവിനാണ് ലൈലത്തുൽ ഖദർ വരിക. അപ്പോൾ നമ്മൾ ഓരോ വർഷവും റമളാൻ 1 തുടങ്ങുന്നത് ഏത് ദിവസമാണെന്ന് നോക്കിയാൽ അവസാനത്തെ 10 ഏത് ദിവസമാണ് ലൈലത്തുൽ ഖദർ ഒറ്റപ്പെട്ട രാത്രികളിൽ വരാൻ സാധ്യത എന്ന് നമുക്ക് കൂടുതൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ വർഷം നമ്മളിപ്പോൾ നിലകൊള്ളുന്ന റമളാൻ മാസം ഏത് ദിവസമാണ് തുടങ്ങിയത്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? റമളാൻ തുടങ്ങിയത് വ്യാഴാഴ്ചയാണ്.
അല്ലേ? അപ്പോൾ വ്യാഴാഴ്ച തുടങ്ങി ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? വ്യാഴാഴ്ചയാണെങ്കിൽ റമദാൻ 25 രാവിനാണ് ലൈലത്തുൽ ഖദർ വരിക, അല്ലേ? 25 രാവിന്, 27 29 അല്ല, 25 അന്ന് വരാനാണ് കൂടുതൽ സാധ്യത. അന്ന് തന്നെ വരണം നിർബന്ധമല്ല, കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോഴും നമുക്ക് സാധ്യതയെ പറയാൻ പറ്റുള്ളൂ, കാരണം റസൂൽ ഉറപ്പ് പറയാത്തത് കൊണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത ഈ വർഷം 27 രാവ് വരാൻ സാധ്യത 25 രാവിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ, മഹാഭാഗ്യവാന്മാരിൽ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള മനോഹരമായ രാവിന്റെ പ്രതിഫലം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനല്ലാഹ്. പടച്ചോനെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 25 രാവ് മാത്രം കാത്തിരിക്കല്ല. ഏതൊക്കെ റസൂലുള്ള പഠിപ്പിച്ച ആ 5 ദിവസവും 21, 23, 25, 27, 29 ഈ 5 ദിവസത്തെ രാത്രികളും നമ്മൾ സൽക്കർമ്മമായിട്ട് മുന്നോട്ട് പോകണം. കാരണം അതിനൊക്കെ സാധ്യതയുണ്ട്. മറ്റേത് നമ്മൾ സാധ്യത കൂടുതലാണ്, പ്രോബബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ എല്ലാവരും ഹയാത്താക്കുമ്പോൾ നമ്മൾ കഴിയുന്ന ഒരു ചെറിയ ഇബാദത്തുകളെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ദിക്റുകൾ ചൊല്ലാനാണെങ്കിൽ അങ്ങനെ, എഴുത്തിക്കാഫാണെങ്കിൽ അങ്ങനെ, ദിക്റുകളാണെങ്കിൽ അങ്ങനെ, ഖുർആൻ പാരായണമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തസ്ബീഹ് നിസ്കാരം, മുത്തലഖായ സുന്നത്ത് നിസ്കാരം, അങ്ങനെ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഇബാദത്തിലായിരിക്കണം. അപ്പോൾ നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടി. അൽഹംദുലില്ലാഹ്, വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതൊക്കെ കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ജീവിതത്തിൽ ഒന്നെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഭാഗ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.